അസ്സലാമു അലൈക്കും. നിങ്ങളെപ്പോയെങ്കിലും നിങ്ങളുടെ രണ്ട് കൈകളും ഉയർത്തി ഹൃദയം നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പ്രതീക്ഷയോടെ കണ്ണുകൾ നിറഞ്ഞ് യാ അല്ലാ ഇത് മാത്രം എനിക്ക് നൽകി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പിന്നെ ദിവസങ്ങൾ കടന്ന് മാസങ്ങൾ കടന്ന് ചിലപ്പോൾ വർഷങ്ങൾ വരെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ദുആ മാത്രം പടച്ചോൻ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മറുപടി നൽകാത്തത്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മാത്രമല്ല ഈ ചോദ്യവുമായിട്ട് നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ജീവിച്ചിട്ടുണ്ടാവും. ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അള്ളാഹുവേ ഞാൻ ഇത്രയും ദുആ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മറന്നത് കൊണ്ടോ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഒരു അടിമയെ ഒരിക്കലും മറക്കുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ദിവസത്തിനെ മാത്രമാണ് കാണുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നും നാളെയും അതിനപ്പുറവും അറിയുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യത്തിൽ നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളൊരു നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ട്, ഒരു രോഗത്തിന് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നമ്മളറിയാത്ത ഭാവി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഏത് സമയത്താണ് അത് നിങ്ങൾക്ക് നല്ലത്, ഏത് സമയത്താണ് അത് നിങ്ങൾക്ക് ദോഷമാവുക എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ചില ദുആകൾ ഉടനെ സ്വീകരിക്കപ്പെടുന്നത്, ചിലത് വൈകുന്നതും, ചിലതിന് പകരം അതിലും നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കാം. അള്ളാഹു അത് അറിയുന്നുണ്ട്, നിങ്ങളത് അറിയുന്നില്ല. ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയൊരു ആശ്വാസമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കരയുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട്, നമ്മൾ കാത്തിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സമയമാണ് ഏറ്റവും പൂർണ്ണമായ സമയം. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം നല്ലതായിരിക്കും, പക്ഷേ അത് ആ സമയത്ത് നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വൈകിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാര്യം നമുക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ടാവും. നമ്മൾ കാത്തിരിക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. അള്ളാഹുവിൻ്റെ പ്ലാൻ മനോഹരമായിരിക്കും. ഇത് നമ്മെ ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്ന പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോഴും, സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോഴും, മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും, വർഷങ്ങളോളം കഠിനമായ പരീക്ഷണങ്ങൾ അദ്ദേഹം അനുഭവിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അള്ളാഹുവിനോട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചത്, അന്നീ മസ്സനിയൽ ളുർറു വ അൻത അർഹമുർ റാഹിമീൻ. എനിക്ക് കഷ്ടത ബാധിച്ചിരുന്നു, നീയാണ് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണയുള്ളവൻ. എത്ര മനോഹരമായ ദുആണിത്! എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നീയാണ് ഏറ്റവും കരുണയുള്ളവൻ എന്ന വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ വിശ്വാസത്തിന് അള്ളാഹു മറുപടി നൽകി അദ്ദേഹത്തിന് ശിഫ നൽകുകയും നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ച അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷണം ദുആ സ്വീകരിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല. ചിലപ്പോൾ അത് അള്ളാഹു നിങ്ങളെ കൂടുതൽ ഉയർത്താൻ ഒരുക്കുന്ന വഴിയായിരിക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും ഫലത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ചോദിച്ചത് കിട്ടിയോ, ഞാൻ ആഗ്രഹിച്ചത് നടന്നോ, ഇതിലാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. പക്ഷേ ചിലപ്പോൾ ദുആയുടെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ചോദിച്ച കാര്യം ലഭിക്കുന്നതല്ല, മറിച്ച് ദുആയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ദുആ എന്നത് വെറുമൊരു ചോദിക്കൽ മാത്രമല്ല, അത് നമ്മുടെ റബ്ബുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. നമ്മുടെ ഹൃദയത്തിലെ സന്തോഷവും സങ്കടവും അതുപോലെ പേടിയും പ്രതീക്ഷകളും നിരാശകളും എല്ലാം അള്ളാഹുവിനോട് തുറന്ന് പറയാൻ പറ്റുന്ന നിമിഷമാണത്. മനുഷ്യരോട് എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്ക് കഴിയണമെന്നില്ല. ചിലപ്പോൾ അവർ മനസ്സിലാക്കുകയുമില്ല, ചിലപ്പോൾ അവർ അത് കേൾക്കാൻ പോലും തയ്യാറാകില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നുണ്ട്. പറയാൻ കഴിയാതെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച വേദന പോലും അവൻ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ദുആ ഒരിക്കലും ചെറിയ കാര്യമല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു മുസ്ലിം പാപത്തിനോ അല്ലെങ്കിൽ കുടുംബ ബന്ധം വിച്ഛേദിക്കാനോ അല്ലാതെ ചെയ്യുന്ന ദുആയ്ക്ക് അള്ളാഹു 3 കാര്യങ്ങളിൽ ഒന്ന് നൽകുന്നതാണ്. ഒന്നുകിൽ അവൻ ചോദിച്ചത് ഈ ലോകത്ത് തന്നെ വേഗത്തിൽ നൽകും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ആഖിറത്തിനായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെക്കും. അതുമല്ലെങ്കിൽ അതിന് പകരമായി അത്രത്തോളം ഒരു തിന്മ അവനിൽ നിന്ന് അകറ്റി കളയും. ഇത് കേട്ട സ്വഹാബികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ ദുആ ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പക്കൽ അതിനേക്കാൾ കൂടുതലുണ്ട്. എത്ര മനോഹരമായ വാക്കുകളാണ്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ദുആ വെറുതെയായി എന്ന് പറയരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ആത്മാർത്ഥമായ ദുആ പോലും നഷ്ടമാകുന്നില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ മനോഹരമായ ഒരു രീതിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുക, അവൻ്റെ മനോഹരമായ നാമങ്ങൾ പറഞ്ഞ് അവനെ മഹത്വപ്പെടുത്തുക. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം വിനയത്തോടെയും പ്രതീക്ഷയോടെയും അള്ളാഹുവിനോട് ചോദിക്കുക. ദുആ ചെയ്യുമ്പോൾ അള്ളാഹു എനിക്ക് ഏറ്റവും നല്ലത് നൽകും എന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അദഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ ദുആ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ചില സമയങ്ങളുണ്ട്. ഒന്ന്, തഹജ്ജുദിൻ്റെ സമയം, അദാനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, നോമ്പുകാരൻ്റെ ദുആ, വെള്ളിയാഴ്ചയിലെ പ്രത്യേക സമയം, അതുപോലെ സുജൂദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ ആ സമയത്ത് ധാരാളം ദുആ ചെയ്യുക. എന്നാൽ ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരങ്ങളിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളും ദുആകളും പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തം ഭാഷയിലുള്ള വ്യക്തിപരമായ ദുആകൾ സുന്നത്ത് അല്ലെങ്കിൽ നഫ്ല് നിസ്കാരങ്ങളിലെ സുജൂദിലോ നിസ്കാരത്തിന് ശേഷമോ കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. അവിടെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ കണ്ണീര്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം. കാരണം അള്ളാഹുവിന് നിങ്ങൾ പറയാൻ മടിക്കുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതലൊരു തീരുമാനമെടുക്കുക. ദുആ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഉത്തരം വൈകിയാലും നിരാശപ്പെടുകയുമില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുക. കാരണം നമ്മൾ കാണുന്നത് ഈ നിമിഷം മാത്രമാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് നമ്മുടെ മുഴുവൻ ജീവിതമാണ്, ഈ ലോകവും ആഖിറവുമാണ്. അതുകൊണ്ട് അവൻ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സ്വാലിഹായ ദുആകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നമുക്ക് ഈ ലോകത്തും പരലോകത്തും നന്മ മാത്രം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ദുആയെ സ്നേഹിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.